ശാശ്വത സുഖരൂപ സുഖമറിവാൻ ഉള്ളറിവായിട്ടകമി വാഴൂ ഗുരുദേവ വാഴും ഗുരുദേവ എന്നും വാഴും ഗുരുദേവ ശാശ്വത സുഖരൂപ സുഖമറിവാനുള്ളറിവായിട്ടകമേ വാഴും ഗുരുദേവ വാഴും ഗുരുദേവ എന്നും വാഴും ഗുരുദേവ ഗിരിദീപം പോലെ മനനം ചെയ്യും മനതാരിൽ താൻ ഗിരിദീപം പോലെ മായാമറയെ മാറ്റി മാനസ ശോഭയെ നൽകുന്നു മായാമറയെ മാറ്റി മാനസ ശോഭയെ നൽകുന്നു മാനസ ശോഭയെ നൽകുന്നു ഗുരുവരനെ ഉന്നത ജ്ഞാനം തന്നവനെ ഉന്നത രൂപ ഗുരുവരനെ ഉന്നത ജ്ഞാനം തന്നവനെ ഉന്നത രൂപ ഗുരുവരനെ ഉന്നത ജ്ഞാനം തന്നവനെ ഉന്നത രൂപ ഗുരുവരനെ
ശരണം ഭഗവാനേ, ശരണം ശരണം ഭഗവാനേ, ശരണം ശരണം ഭഗവാനേ, ശരണം ശരണം ഭഗവാനേ, തിരുവടിപാദമടിയനു ശരണം 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 ഭഗവാനേ, തിരുവടിപാദമടിയനു ശരണം 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 ഭഗവാനേ, തിരുമുഖമൊന്നു കണ്ടിടാൻ ആ തിരുവഴിയൊന്നു കേട്ടിടാൻ, തിരുമുഖമൊന്നു കണ്ടിടാൻ ആ തിരുവഴിയൊന്നു കേട്ടിടാൻ, ആർത്തിയോടെ അടിയങ്ങൾ വന്നിടുന്നു ഭഗവാനേ, തിരുമുഖമൊന്നു കണ്ടിടാൻ ആ തിരുവഴിയൊന്നു കേട്ടിടാൻ, ആർത്തിയോടെ അടിയങ്ങൾ വന്നിടുന്നു ഭഗവാനേ, ശരണം ശരണം ഭഗവാനേ, ശരണം ശരണം ഭഗവാനേ, തിരുവടിപാദമടിയനു ശരണം 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 ഭഗവാനേ, ഉന്നതനാകുന്ന ദൈവത്തിൻ്റെ തൃപാദങ്ങളിലേക്ക് ഉന്നതമായ വ്രതാനുഷ്ഠാനത്തോടുകൂടി ആത്മസന്താനങ്ങൾ ഓടിയെത്തുന്ന മഹാതീർത്ഥാടനത്തിന് നാളെ തുടക്കം കുറിക്കുകയാണ്. ഇപ്രാവശ്യത്തെ തീർത്ഥാടനത്തിന് നാളെ തുടക്കം കുറിക്കുമ്പോൾ ഒരു പ്രത്യേകതയുള്ളത്, ഇന്ന് രാവിലെ പൂരാടം ബക്കനാളിൻ്റെ ആരംഭ സമയത്ത് ഞാൻ അറിയിച്ചിരുന്നു. ഉത്രാടത്തിൽ ഇരുന്നു കൊണ്ടാണ് 12 വെള്ളിയാഴ്ച വ്രതവും മഹാതീർത്ഥാടനവും തീരുമാനിച്ച് ആത്മലോകത്തിലേക്ക് പ്രദാനം ചെയ്തത്. 1972 ആ ഉത്രാടം ബക്കനാൾ ദിനത്തിൽ ഇപ്രാവശ്യത്തെ തീർത്ഥാടനം ആരംഭിക്കുന്നു എന്നുള്ളത് ഒരു പ്രത്യേകതയായി കണ്ടുകൊണ്ട് നമുക്ക് ഈശ്വരനെ നന്ദിയോടെ പ്രാർത്ഥിക്കാം. കാരണം എല്ലാം യാദൃച്ഛികമായി ഒരുക്കപ്പെടുമ്പോൾ, ഇന്നിപ്പോൾ ഈ പൂരാടവും ഞായറാഴ്ചയും ഒത്തുവന്നു, നാളെ തീർത്ഥാടന ആരംഭവും ഉത്രാടവും ഒത്തുവന്നിരിക്കുന്നു. ഇതെല്ലാം ഈശ്വരൻ്റെ കാരുണ്യവും ഒരുക്കങ്ങളുമാണ്. ഇത് ഇങ്ങനെ ചിന്തിക്കുന്നവർക്ക് അതൊരു പ്രത്യേക സന്തോഷം, ചിന്തിച്ചില്ലെങ്കിൽ പ്രത്യേകിച്ചൊന്നുമില്ല, അത്രയേ ഉള്ളൂ. അല്ലാതെ അതിനകത്ത് എന്താണെന്ന് ചോദിച്ചാൽ അതിനകത്ത് എന്തുവാ? ഈശ്വരനെ അറിഞ്ഞ് ആരാധിക്കുന്നവർക്ക് ഈശ്വരൻ്റെ ഒരുക്കങ്ങൾ പ്രകൃതിയിൽ കൂടി നമ്മൾ നോക്കിക്കാണുകയും പരിശോധിച്ച് അറിയുകയും നന്ദിപ്പെടുകയും വേണം. അതാണ് നമ്മുടെ നിയമം. ഈശ്വരൻ ഓരോന്നും പ്രകൃതിയിൽ കൂടി നമുക്ക് ഒരുക്കും. ആ ഒരുക്കങ്ങൾ കണ്ട് നമുക്ക് ആനന്ദിക്കുവാനുള്ള ഒരവസ്ഥ ഈശ്വരൻ അറിവിൽ കൂടി നമുക്ക് തന്നിരിക്കുകയാണ്. പ്രകൃതിയിൽ അനേകം കാര്യങ്ങൾ, എന്തെങ്കിലുമൊക്കെ നമുക്ക് ലാഭമുണ്ടാകുന്ന കാര്യങ്ങൾ കാണുമ്പോൾ മാത്രമല്ല സന്തോഷിക്കേണ്ടത്. ദൈവം ഒരുക്കുന്ന ഓരോ ഒരുക്കങ്ങളും കണ്ട് നമ്മൾ സന്തോഷിക്കണം.
ഇപ്പോൾ നമുക്ക് ഈ തീർത്ഥാടന ആരംഭം ഉത്രാടത്തിൽ വന്നത് വലിയ സന്തോഷത്തോടെയാണ് ഞാൻ സ്വീകരിക്കുന്നത്. അതെൻ്റെ സന്താനങ്ങൾക്ക് സന്തോഷമായി ഭവിക്കട്ടെ. ഉന്നതമാകുന്ന ഈ ആരാധനയിലേക്ക് പ്രവേശിച്ച് ഇപ്രകാരം ഒത്തുചേർന്നിരുന്നു കൊണ്ട് ആനന്ദം അനുഭവിക്കുവാൻ ഈശ്വരൻ അവസരം തന്ന ഇപ്പോൾ ഇതിൽ പങ്കെടുക്കുന്ന നിങ്ങളെ ഓരോരുത്തരെയും അനുഗ്രഹിക്കട്ടെ. പുണ്യപുരാണത്തിൻ്റെ പുണ്യതകൾ കൂടി ഈ ആരാധനയിൽ കൂടി ജഗദീശ്വരൻ നിങ്ങൾക്ക് ദാനം ചെയ്യുമാറാകട്ടെ. ശാന്തിയുടെ മൂർത്തിമദ്ഭാവമായി 12 സംവത്സരക്കാലം വാണിരുന്ന് ആത്മലോകത്തെ രക്ഷിച്ച ഗുരുപ്രസാദ് ഗുരുദേവൻ്റെ ജന്മനക്ഷത്രത്തിൻ്റെ പക്കനാളാണ് പൂരാടം. ഉന്നതമായ നിലയിൽ പ്രഭാതത്തിൽ അത് ആരംഭം കുറിച്ചു. മഹനീയമായൊരവസ്ഥയായിരുന്നു. അപ്പോൾ അതിൽ പങ്കെടുത്തിരുന്നവർക്കെല്ലാം അറിയാം. ആ ഭവ്യതയോടുകൂടി തന്നെയാണ് ഇപ്പോൾ ഈ ആരാധനയും ആരംഭിച്ചിരിക്കുന്നത്. എല്ലാ ആരാധനയും മഹത്വമുള്ളതാണ്. കാരണം ഇത് ദൈവം സ്ഥാപിച്ചതാണ്. ആത്മബോധോദയ സംഘത്തിലെ സർവകർമ്മങ്ങളും ആര് സ്ഥാപിച്ചതാണ്? ദൈവത്താൽ സ്ഥാപിച്ചു ദൈവം നടത്തുന്ന ആത്മബോധോദയ സംഘമാണ്. ഇത് നമ്മളിങ്ങനെ വെറുതെ പാടിയാൽ പോരാ, അത് നമ്മളിലേക്ക് അനുഭവമാകണം. ദൈവമാണ് സ്ഥാപിച്ചതെന്നും ദൈവമാണ് നടത്തുന്നതെന്നും നമ്മൾ അനുഭവമാകണം. അതുവരെയും നമ്മൾ കർമ്മം ചെയ്തുകൊണ്ടേയിരിക്കണം. അതിനാണ് നിത്യാരാധനകളും നിത്യപൂജകളും ഒക്കെ തന്നിരിക്കുന്നത്. സത്യമായി ചിന്തിച്ചാൽ ഒരു ആത്മാവിന് ഈശ്വര സാക്ഷാത്കാരം ലഭിക്കുന്നതിന് ഒരു സെക്കൻഡിൻ്റെ അനേക കോടിയിലൊരു അംശം മതിയാവും. ഒരു സെക്കൻഡിൻ്റെ അങ്ങനെ നിങ്ങൾ ചിന്തിക്കുമ്പോൾ അയ്യോ സെക്കൻഡിൻ്റെ അനേക കോടി എന്നൊക്കെ പറയുമ്പോൾ അതെങ്ങനെ അതിനെ ഭാഗിക്കാൻ പറ്റും? കാരണം ഈ പ്രകൃതി സഞ്ചരിക്കുന്നത് നമ്മൾ അറിയുന്നുണ്ടോ? കിലോമീറ്റർ വേഗതകൾ സെക്കൻഡ് കൊണ്ടാണ് കടന്നു പോകുന്നത്. സെക്കൻഡ് കൊണ്ടാണ് കിലോമീറ്ററുകൾ കടന്നു പോകുന്നത്. പക്ഷെ അറിയുന്നുണ്ടോ? ശാസ്ത്രം പഠിച്ചിട്ടുള്ളവർക്ക് അറിയാം എത്ര കിലോമീറ്റർ വേഗതയിലാണ് ഇപ്പോൾ ഈ ഭൂമി തന്നെ ഭ്രമണം ചെയ്തുകൊണ്ടിരിക്കുന്നത്. അതുകൊണ്ടാണ് ഋതുക്കൾ മാറി മാറി വരുന്നത് അല്ലേ? ഇപ്പം രാവിലെ എണീക്കുമ്പോൾ എല്ലാവരും ഇങ്ങനെ പിടിച്ചോണ്ടാണ് വരുന്നത്. വല്ലാത്തൊരു തണുപ്പാണ്. ഒരു 2 ആഴ്ച മുമ്പായിരുന്നെങ്കിൽ ഫാൻ്റെ കീഴിൽ നിന്ന് മാറാൻ പറ്റാത്ത അവസ്ഥയായിരുന്നു. ഇങ്ങനെ ഓരോ സമയത്ത് ഇത് മാറി മാറി വരുന്നത് ഈ കാലചക്രം കറങ്ങിക്കൊണ്ടേയിരിക്കുന്നത് കൊണ്ടാണ്. അതുപോലെ ഭൂമിയിൽ അതേപോലെ ഭ്രമണം നടക്കുന്നു. ഓരോന്നും അങ്ങനെ ഭ്രമണം ചെയ്യുന്നു. സൂര്യനും ഭ്രമണം ചെയ്യുന്നു. ഈ ചലിക്കുന്ന വസ്തുക്കളെ കാണാൻ കഴിയുന്നില്ല. കിലോമീറ്ററുകൾ സെക്കൻഡ് കൊണ്ട് മാറിപ്പോകുന്നു. പക്ഷേ ഇപ്പോൾ നിങ്ങൾക്ക് സെക്കൻഡിൻ്റെ അനേക കോടിയിലൊരു അംശം കൊണ്ട് ഈശ്വര സാക്ഷാത്കാരം ലഭിക്കുമെന്ന് പറയുമ്പോൾ ചിന്തിക്കാൻ പറ്റുകയില്ല. അതുപോലും വേണ്ട. കാരണം ഇത് ആ കാരുണ്യ ദർശനത്തിലൂടെയാണ് ഉണ്ടാകുന്നത്. ആ കാരുണ്യ ദർശനമൊന്ന് മതി. അപ്പോൾ പിന്നെ എന്തിനായി നിരന്തരം പ്രാർത്ഥിക്കുന്നത്? ഏത് സമയമാണ് അത് ലഭിക്കുന്നത് എന്ന് ആർക്കും പ്രത്യേകിച്ച് നിശ്ചയിച്ചുറപ്പിക്കാൻ പറ്റുകയില്ല. അപ്പം അത് സാധ്യമാകുന്നത് വരെ സ്തുതിക്കുവിൻ, സ്തുതിക്കുവിൻ, സർവശക്തനെ സ്തുതിക്കുവിൻ. കരുണ തന്നിൽ തോന്നുവോളം സർവശക്തനെ സ്തുതിക്കുവിൻ. സ്തുതിക്കുവിൻ, സ്തുതിക്കുവിൻ, സർവശക്തനെ സ്തുതിക്കുവിൻ. കരുണ തന്നിൽ തോന്നുവോളം സർവശക്തനെ സ്തുതിക്കുവിൻ. ആ മഹാകാരുണ്യം എപ്പോഴാണോ നമ്മിലേക്ക് ചൊരിയുന്നത് ആ നിമിഷം വരെ നമ്മൾ പ്രാർത്ഥിച്ചുകൊണ്ടേയിരിക്കണം, കീർത്തിച്ചുകൊണ്ടേയിരിക്കണം, സത്യമായി ജീവിച്ചുകൊണ്ടേയിരിക്കണം. ആ സത്യജീവിതമാണ് ആത്മബോധോദയ സംഘത്തിൽ കൂടി ദൈവം വിഭാവനം ചെയ്ത് നമുക്ക് ദാനം ചെയ്തിരിക്കുന്നത്. തെറ്റാതെ ഈ ജീവിതം പുലർത്തിയാൽ സത്യമേ സത്യം നിങ്ങൾ കൃത്യമായി ഈശ്വര ദർശനത്തിന് പാത്രീഭൂതരായി ഭവിക്കും. യാതൊരു സംശയവും വേണ്ട. പക്ഷേ അതിലെത്തുന്നത് വരെ ഈ പ്രയത്നം തുടർന്നുകൊണ്ടേയിരിക്കണം. ഈ പ്രയത്നം എന്ന് പറയുന്നത് പലരുടെയും വിചാരം വലിയ കട്ടിയുള്ള പണികളൊക്കെ ചെയ്യുന്നതായി പ്രയത്നമെന്നാണ്. ചില ആളുകൾ ഇപ്പോൾ കൃഷിയിടങ്ങളിൽ ജോലി ചെയ്യുന്നവർ, ഓഫീസ് ജോലി ചെയ്യുന്നവരെ കണ്ടിട്ട് പറയും, ഓ അവർ വൈറ്റ് കോളറുകാർ, അങ്ങനെയാണ് ഇങ്ങനെയാണ്.
എന്ന് പറഞ്ഞ് അവരെ ആക്ഷേപിക്കുക. ഇവർ വെയിലത്ത് നിന്ന് ജോലി ചെയ്യുകയാണല്ലോ. എന്നാൽ അതിൻ്റെ മൂല്യം നിശ്ചയിച്ചാൽ വളരെ വ്യത്യാസമുണ്ട്. കുറച്ചുകൂടി ആഴത്തിൽ ചിന്തിച്ചാൽ ഇതില്ലാതെ മറ്റേത് നടക്കത്തുമില്ല. ഏതാ കൃഷി ചെയ്യാതെ ഈ ഓഫീസിൽ നിന്ന് ജോലി ചെയ്തിട്ട് വല്ല കാര്യമുണ്ടോ? അതുമില്ല. ഇങ്ങനെ പരസ്പരം ബന്ധിതമാണ് പല കർമ്മങ്ങളും. എങ്കിലും ഇങ്ങനെ പൊതുവെ ലോകവശാൽ ഇങ്ങനെ ചിന്തിക്കാറുണ്ട്. എന്നാൽ ഓഫീസിലിരിക്കുന്ന ആളിൻ്റെ തല പുകയുന്നത് എത്രമാത്രമാണെന്ന് ഈ കൃഷിയിടത്ത് നിൽക്കുന്ന ആളിന് ബോധ്യമില്ല. ബോധ്യമുണ്ടോ? അയാൾക്കതും അറിയില്ല. പിന്നെ ഓരോരുത്തർക്കും ഓരോ കർമ്മങ്ങളാണ് തന്നിരിക്കുന്നത്. അത് ബാഹ്യവശാൽ കാണുന്ന കാഠിന്യമല്ല ഇതിൻ്റെ കാഠിന്യം എന്ന് പറയുന്നത്. സത്യത്തെ പരിപാലിച്ചുകൊണ്ട് നിത്യജീവിതം ചെയ്യുവാൻ ഒരാത്മാവ് തീരുമാനിച്ച് ലോകരംഗത്തേക്ക് പുറപ്പെടുമ്പോൾ അത് ചെറുതാകട്ടെ വലുതാകട്ടെ സത്യത്തിൽ നിന്ന് വ്യതിചലിക്കാതെ അതിനെ പൂർത്തീകരിക്കുവാൻ വേണ്ടി എടുക്കുന്ന ശ്രദ്ധയാണ് ഇവിടുത്തെ പരിശ്രമം. ഇവിടെ കഠിനാധ്വാനം അതിനാണ് വേണ്ടത്. ചില സന്ദർഭങ്ങളിൽ നമുക്ക് ഒരു രക്ഷയില്ല, ഇവിടെ ഒരു കള്ളം പറഞ്ഞാലേ പറ്റൂ എന്ന് വരെ തോന്നിക്കും. ജീവൻ പോവും, ഇപ്പോൾ ഒരു കള്ളം പറഞ്ഞാൽ ജീവൻ രക്ഷപ്പെടും എന്ന് തോന്നിക്കുന്ന സന്ദർഭം വരെ വരും. എന്നാലും ഇല്ല, എൻ്റെ ഗുരു എന്നിൽ സ്ഥാപിച്ച ഈ സത്യത്തെ വിട്ട് ഞാൻ ചിന്തിക്കുകയില്ല, പറയുകയില്ല, പ്രവർത്തിക്കുകയില്ല എന്ന് തീരുമാനമെടുത്തുകൊണ്ട് ജീവിക്കാൻ കഴിയുന്നു എങ്കിൽ അവിടെ ആ ആത്മാവ് ഒരു ചെറിയ പ്രയത്നം ചെയ്തു എന്ന് പറയാൻ പറ്റും. അങ്ങനെയുള്ള ആളുകൾ ഒരു പ്രയത്നം ചെയ്തു എന്ന് പറയാൻ പറ്റും. അല്ലാതെ ഒരാൾ ഇങ്ങോട്ട് വന്ന് ഒരു കാര്യം പറയുമ്പോൾ അതിൻ്റെ കൂടെ നിൽക്കുക, മറ്റൊരാൾ ഒരു കാര്യം പറയുമ്പോൾ അതിൻ്റെ കൂടെ നിൽക്കുക. മുമ്പ് ഞാനൊരു ഉദാഹരണം പറഞ്ഞ പോലെ ഈ വരാൽ എന്ന് പറയുന്ന ഒരു മത്സ്യമുണ്ട്. വരാൽ കണ്ടിട്ടുണ്ടോ? ഇല്ല, പല ആളുകളും കണ്ടിട്ടില്ല. അങ്ങനൊരു മത്സ്യമുണ്ടോ? 12 വെള്ളിയാഴ്ച ഇടയ്ക്ക് ആ വരാലിൻ്റെ കഥ പറയും. എന്തോ ഒരു മോശമായി ചെയ്യുന്നേ. വ്രതമെടുത്ത് പരിശുദ്ധരായിരിക്കുമ്പോഴാണ് വരാലിൻ്റെ കഥ. ആ പുളി എരിയെല്ലാം അങ്ങ് നാക്കേ വന്നു. പോട്ടെ. എന്നാലും ആ വരാൽ അവനൊരു പണിയുണ്ട്. ഈ പാമ്പിൻ്റെ കൂടെ ചെല്ലുമ്പോൾ ഇയാൾ തല കാണിക്കും. ഇപ്പോൾ വരാലിൻ്റെ തല കണ്ടാൽ പാമ്പിൻ്റെ തല പോലെ തോന്നിക്കും അല്ലേ? വരാൽ ഇങ്ങനെ വന്ന് പാമ്പിൻ്റെ കൂടെ വയ്ക്കുമ്പോൾ ഇയാൾ തല കാണിച്ചെല്ലാം പണി ചെയ്യും. മത്സ്യത്തിൻ്റെ കൂടെ ചെല്ലുമ്പോൾ വാല് കാണിക്കും. മത്സ്യത്തിൻ്റെ കൂടെ ചെന്നാൽ ഇങ്ങനെ തലയും വാലും ഇളക്കി നടക്കുന്ന ചില പണികളുണ്ട് ചില ആളുകൾക്ക്. അവരിൽ എന്തില്ല? സത്യമില്ല. സത്യത്തിൽ നിന്നു നാം തെറ്റരുതേ, സത്യവിരുദ്ധം നാം ചെയ്യരുതേ. പരിപാലിച്ച് മുന്നോട്ട് ജീവിക്കുവാനുള്ള ഒരു പ്രയത്നം ഓരോ ആത്മാവിലും അതൊരു പരിശീലനമായി ലഭിക്കുന്നതിനാണ് നിരന്തരമായ വ്രതാനുഷ്ഠാനങ്ങളിലൂടെ നിങ്ങളെ സഞ്ചരിപ്പിക്കുന്നത്. ഇപ്പോൾ 12 വെള്ളിയാഴ്ച വ്രതം എടുക്കുന്നു, അതിൻ്റെ കൃത്യമായ ആ നിയമം അനുസരിച്ച് അത് പരിപൂർത്തീകരിക്കുമ്പോൾ നിങ്ങളിലൊരു പ്രത്യേക ശക്തി വൈഭവം ഉണ്ടാവുകയാണ്. ആരെങ്കിലും ദ്രോഹിക്കാനുള്ള ശക്തിയല്ല, എന്തെങ്കിലും കഠിനാധ്വാനം ചെയ്യാനുള്ള ശക്തിയല്ല, ആത്മവീര്യമുണ്ടാവുകയാണ്. എന്തിനു വേണ്ടി? ആത്മപ്രകാശത്തെ ഉൾക്കൊണ്ടുകൊണ്ട് ആത്മലോക മധ്യത്തിൽ അജ്ഞാനത്തോട് എതിർത്ത് യുദ്ധം ചെയ്യുന്നതിനായിട്ടുള്ള ആ ശക്തി നിങ്ങളിലേക്ക് വർദ്ധിക്കും. അതെന്തിനാ അങ്ങനൊരു യുദ്ധം? അല്ലാതെ ഇവിടെ നിന്ന് കടന്നു പോകാൻ പറ്റുകയില്ല. നിഷ്കളങ്ക ഭക്തിയോടുകൂടി ജീവിച്ച് നിഷ്കളങ്കാഭയെ ആത്മാവിൽ കണ്ട് അജ്ഞാനത്തോട് എതിർത്ത് അധർമ്മത്തോട് എതിർത്ത് ലോകരംഗത്ത് ജീവിതം ചെയ്യുന്നവർക്ക് മാത്രമേ നിഷ്കളങ്ക സ്വരൂപനാകുന്ന ജഗദീശ്വരനോട് ചേർന്ന് നിത്യാനന്ദ രാജ്യത്തിൽ വസിക്കുവാൻ കഴിയുകയുള്ളൂ. എല്ലാവരും നിത്യാനന്ദ രാജ്യത്തിൽ എത്താൻ കാത്തിരിക്കുകയാണ്.
പക്ഷേ പല കാര്യങ്ങളും ചെയ്യുമ്പോൾ അവരവരുടേതായ കുറവുകൾ, ഈ പഴയ കാലത്ത് ഈ കരിക്കലമൊക്കെ ഉപയോഗിക്കുമ്പോൾ ചെറിയ കിഴുത്തയൊക്കെ വന്നാൽ അപ്പുറത്തുനിന്ന് ഇപ്പുറത്തുനിന്ന് ഇച്ചിരി കരി എടുത്ത് അതിൻ്റെ പുറത്തോട്ട് വെച്ചിട്ട് അങ്ങ് തേക്കും. ഒരു ചെറിയ പരിപാടിയാണ്. ഇച്ചിരി വെള്ളം നനച്ചിട്ട് അപ്പുറത്തുനിന്ന് ഇപ്പുറത്തും ഇങ്ങനെ എടുത്തില്ല, ഓട്ടയുള്ള ചെറിയ ഓട്ടയൊക്കെ അങ്ങനെയാണ്, ഇങ്ങനെ ഒന്ന് തേച്ച് അങ്ങ് വെക്കുമ്പോൾ ഓട്ട അങ്ങ് അടയും. എത്ര നേരത്തേക്കാണ്? ഒരു പാചകത്തിന് കഷ്ടിച്ച് വെള്ളം ഒന്ന് തിളച്ച് കഴിയുമ്പോൾ ചിലപ്പോൾ ഇച്ചിരിച്ച് വരാൻ തുടങ്ങും. അപ്പോൾ ഒരു ചോറ് കൂടെ എടുത്ത് അങ്ങോട്ടൊന്ന് വെച്ച് തേക്കും. ഇതിൻ്റെ പേര് ഇരുട്ടുകൊണ്ട് ഓട്ടോ അടയ്ക്കുക എന്ന് പറയുന്ന ഒരു പരിപാടിയായിരുന്നു. ശരിയായിട്ട് അതിൻ്റെ അടവ് നടക്കുന്നില്ല എന്ന് പറഞ്ഞതുപോലെ വ്രതമെടുക്കുമ്പോൾ ചെറിയ ചെറിയ പോരായ്മകൾ വരുമ്പോൾ അങ്ങോട്ടും തിരിഞ്ഞ് ഇങ്ങോട്ടും തിരിഞ്ഞ് ഇങ്ങനെ അങ്ങ് പോയാൽ വ്രതമാകുമോ? വ്രതമാവുകയില്ല. സത്യധർമ്മങ്ങളെ പൂർത്തീകരിക്കുവാനുള്ള നിർബന്ധം, അതാണ് വ്രതമായി നിൽക്കുന്നത്, അതാണ് വ്രതമായി നിൽക്കേണ്ടത്. അത് സ്ഥിരപ്പെട്ട് കിട്ടുന്നതിന് വേണ്ടിയുള്ള ഒരു പരിശ്രമമാണ് ഈ ചെയ്തുകൊണ്ടിരിക്കുന്നത്. അതുകൊണ്ട് യാതൊരു വീഴ്ചകളും വരുത്താതെ വ്രതമനുഷ്ഠിക്കുന്നവർക്ക് അതിൻ്റെ ശക്തി വൈഭവങ്ങൾ അനുഭവിക്കാൻ കഴിയും, ആനന്ദിക്കുവാൻ കഴിയും. ആ വിധത്തിൽ എല്ലാ ഹൃദയങ്ങളും വ്രതമെടുത്തിട്ടുണ്ട് എന്ന് ഞാൻ വിശ്വസിക്കുകയാണ്, അതിലാശ്വസിക്കുകയാണ്. കൂടുതൽ കൂടുതൽ നിങ്ങളെ പ്രചോദിപ്പിക്കുകയാണ്. നിങ്ങൾ നിഷ്കളങ്ക ഭക്തിയോടുകൂടി ഈ കർമ്മങ്ങളിലൊക്കെ ബന്ധപ്പെടുക. ഈ ലോകത്തിൽ ശാശ്വതമായ സുഖം നിങ്ങൾക്ക് അനുഭവമാകണമെങ്കിൽ ശാശ്വത സുഖസ്വരൂപനാകുന്ന ദൈവം അനുവദിച്ചു തന്ന നിയമങ്ങളെ മുഴുവൻ കൃത്യമായി പാലിച്ചെങ്കിലേ മതിയാവുകയുള്ളൂ. അങ്ങനെ കൃത്യമായി പരിപാലിച്ച് ജീവിതം ചെയ്യുവാൻ ഈശ്വരൻ നിങ്ങളെല്ലാം അനുഗ്രഹിക്കട്ടെ. ഇതിൻ്റെ പരിപൂർണതയായി നടത്തുന്ന മഹാതീർത്ഥാടനം ഏറ്റവും ആനന്ദകരമായ നിലയിൽ ഓരോരോ ഹൃദയങ്ങൾക്കും അനുഭവമാകുവാൻ മഹാശക്തി അനുഗ്രഹിക്കുമാറാകട്ടെ. ഹൃദയശുദ്ധി വരുത്തി ഗുരുനാഥനും കാഴ്ച വയ്ക്കുന്നു. ഹൃദയശുദ്ധി സ്വീകരിക്കുന്ന ഉന്നതനാകുന്ന ഗുരുവാണ് ശുഭാനന്ദ ഗുരു. ശുദ്ധമായ ഹൃദയങ്ങളെ സ്വീകരിച്ച് ആനന്ദിക്കും. പരിശുദ്ധമായ ജ്ഞാനം പരന്മാരിൽ ദാനം ചെയ്ത് ഓരോ ഹൃദയവും പരിശുദ്ധമാക്കുവാനാണ് അവതാരം സംഭവിച്ചിരിക്കുന്നത്. അപ്രകാരം പരിശുദ്ധ ജ്ഞാനത്തെ ഗ്രഹിച്ച് സത്യമായ ജീവിതത്തിലൂടെ മുന്നോട്ട് പോകുമ്പോൾ ആ പരിശുദ്ധ ജ്ഞാനം തന്നെ ആത്മാവിലെത്തി പരിശുദ്ധതയെ നിറവേറ്റുകയാണ്. ആ പരിശുദ്ധതയിലാണ് പരമാത്മാവിന്റെ എഴുന്നള്ളത്ത്. ആ എഴുന്നള്ളത്ത് എന്ന് പറയുന്ന അവതാരവാഴ്ച തന്നെയാണ്. അങ്ങനെ ആനന്ദ നടനം, ശുഭാനന്ദ നടനം ആത്മാവിൽ കാണണം. അതിനാണ് ജീവിക്കേണ്ടത്. ഉള്ളിലുള്ള കെട്ടിനുള്ളിൽ പള്ളി കൊള്ളുന്ന പരമാത്മാവേ, ഉള്ളിലുള്ള
സംവിധാനമാണെന്ന് ആ വാക്കിൽ തന്നെ മനസ്സിലാകുമല്ലോ. അതായത് ഇതൊരു പ്രത്യേക സംവിധാനമാണെന്ന് ആ വാക്കുകളിൽ കൂടി തന്നെ മനസ്സിലാകും. ഉള്ള് അതിനുള്ള പിന്നൊരു കെട്ട്, ഉള്ള് അതിനുള്ള പിന്നൊരു കെട്ട്. അപ്പൊ ഇതെല്ലാം ഇതിനകത്ത് തന്നെ ഉണ്ട് എന്നത് പൂർണ്ണമായും അതിൽ നിന്ന് ബോധ്യമാക്കാം. ഇതെല്ലാം ഇതിനകത്തുണ്ട് എന്നുള്ളത് പൂർണ്ണമായും അതിൽ നിന്ന് ബോധ്യമാകും. അങ്ങനെ ബോധ്യമാകുമ്പോ അങ്ങനെ ബോധ്യമാകും എന്താണ് ചിന്തിക്കേണ്ടത്? ഓ, അത് തുറക്കണ്ട, അവിടെ ഇരുന്നോട്ടെ, ശല്യമില്ലല്ലോ എന്ന് വിചാരിക്കുകയാണോ വേണ്ടത്? തുറക്കണ്ട, ഇരുന്നോട്ടെ, ശല്യമില്ലല്ലോ എന്ന് വിചാരിക്കുക. അല്ല, തുറക്കണം, ഓരോന്നോരോന്നായി തുറക്കണം. ആ മനസ്സിനെ പിടികൂടണം, ആത്മാവിൽ കുടിയിരുത്തണം. വേണ്ട കാര്യം വേണ്ട പോലെ ആലോചിച്ചു ചെയ്യണം. ഈ നിഷ്കളങ്ക ജ്ഞാനത്തെ ആത്മാവ് കൊണ്ട് സ്വീകരിച്ച് ആത്മശുദ്ധി വരുത്തി ജീവിതം ചെയ്താൽ പരമാത്മ ദർശനം സാധ്യമാകും. അങ്ങനെ ഹൃദയശുദ്ധി വരുത്തുവാനുള്ള ഉന്നതമായ ഒരു നിയമത്തെ 12 വെള്ളിയാഴ്ച വ്രതമെന്ന നാമം കൊടുത്ത് 12 വെള്ളിയാഴ്ചകളിലായതിനെ അനുഷ്ഠിപ്പിച്ച് 12 വ്യവസ്ഥകളിൽ ജീവിക്കുന്ന മനുഷ്യാത്മാവിൽ പരിപൂർണ പരിശുദ്ധിയെ വരുത്തി പരമാത്മ ദർശനം അനുഭവമാക്കുന്ന പരമാത്മാവിന്റെ വാഴ്ച എന്തതിശയമേ ദൈവത്തിൻ വാഴ്ച ചിന്തിച്ചാൽ അന്തമില്ല. എന്തതിശയമേ ദൈവത്തിൻ വാഴ്ച ചിന്തിച്ചാൽ അന്തമില്ല. ഇത് അറിവ് കർമ്മത്തിലൂടെ അനുഭവമാകുന്നത് വരെ ഇതെല്ലാം പാടാനും പറയാനും മാത്രമേ പറ്റുകയുള്ളൂ. പക്ഷേ ഒന്നും ഉപേക്ഷിക്കരുത്. നിരന്തരമായ പരിശ്രമം ഉണ്ടാകട്ടെ, നിരന്തരമായ സൽക്കർമ്മം ഉണ്ടാകട്ടെ. ആ അറിവിന്റെ കർമ്മത്തെയാണ് സൽക്കർമ്മം എന്ന് പറയുന്നത്. അല്ലാതെ അവരവർക്ക് ഇഷ്ടമുള്ളതല്ല ആ സൽക്കർമ്മം. എനിക്ക് ഇന്ന കർമ്മമാണ് എനിക്കിഷ്ടം, അതുകൊണ്ട് ഞാനതേ ചെയ്യുകയുള്ളൂ എന്ന് തീരുമാനിച്ചാൽ അതിന്റെ പേര് സൽക്കർമ്മമെന്നല്ല. ഒരു കർമ്മം ചെയ്ത് പൂർത്തീകരിക്കുമ്പോൾ അതിന്റെ സൽഫലത്തെ ആത്മാവിന്റെ വളർച്ചയ്ക്കായി സ്വീകരിക്കാൻ പറ്റുന്നുവെങ്കിൽ അത് മാത്രമാണ് സൽക്കർമ്മം. ഇത് അനേകം കർമ്മങ്ങൾ, അനേകം തുക കൊടുത്ത് തുക മുടക്കി അനേകം കർമ്മങ്ങൾ ചെയ്തു. പക്ഷെ അതിന്റെ ഫലം ദുഃഖമാണെങ്കിൽ അതിന്റെ പേര് സൽക്കർമ്മമെന്നല്ല. ദുഃഖമില്ലാത്ത കർമ്മം, സുഖസമ്പൂർണമായ കർമ്മം, അതാണ് ശുഭാനന്ദ ഗുരുദേവൻ വന്ന് ഈ ലോകത്തിലേക്ക് അവതരിപ്പിച്ചിരിക്കുന്നത്. അവതാര കർമ്മങ്ങൾ അറിയണമേ, അവതാരത്തിൽ നിന്നു അറിയണമേ. അവതാരത്തിൽ നിന്നു അറിയണമേ, അവതാര
കർമ്മങ്ങൾ പൂർത്തീകരിച്ചിടുമ്പോൾ ആനന്ദം സിദ്ധമായിടുമാർക്കും. ആനന്ദം നൽകുന്ന കർമ്മമല്ലോ അവതാര കർമ്മമറിഞ്ഞുകൊള്ളുക. ആനന്ദം നൽകുന്ന കർമ്മമല്ലോ അവതാര കർമ്മം അറിഞ്ഞുകൊള്ളുക. ആനന്ദം അവതാര കർമ്മങ്ങൾ ചെയ്തുകൊള്ളുക. ആനന്ദത്തിൽ തന്നെ വാണുകൊള്ളുക. അവതാര കർമ്മങ്ങൾ ചെയ്തുകൊള്ളുക. ആനന്ദത്തിൽ തന്നെ വാണുകൊള്ളുക. അവതാരം അറിയിക്കുന്ന അറിവ് കൊണ്ട് അവതാരം അറിയിക്കുന്ന അറിവുകൊണ്ട് പരിശുദ്ധി ഉണ്ടാകുന്നു, പരിശുദ്ധി ഉണ്ടാകുന്നു, പരമാത്മ ദർശനം ഉണ്ടാകുന്നു. പരമാത്മദർശനം ഇതെല്ലാം എവിടെയാണ് ലഭിക്കുന്നത്? ഇതെല്ലാം എവിടെയാണ്? ഈ ഉള്ളിന്റെ ഉള്ളറക്കെട്ടിനുള്ളിലാണ്. ഉള്ളിന്റെ ഉള്ളത് കെട്ടിനുള്ളിലാണ്. അപ്പൊ അതൊന്ന് തുറക്കാനുള്ള വഴിയാണ് ഈ നിയമവ്യവസ്ഥകളെല്ലാം. അതൊന്ന് തുറക്കാനുള്ള വഴിയാണ് ഈ നിയമം. ഓരോന്നോരോന്നായി അതങ്ങ് തുറക്കും. അങ്ങനെ ഓരോന്നും തുറന്നു കിട്ടുമ്പോൾ നമുക്ക് മനസ്സിലാകും ഈ കഴിഞ്ഞു പോയതെല്ലാം നഷ്ടപ്പെട്ടു പോയതാണല്ലോ. ഓരോന്ന് തുറക്കുമ്പോൾ നമുക്ക് മനസ്സിലാകും ഈ കഴിഞ്ഞു പോയതെല്ലാം നഷ്ടപ്പെട്ടു പോയതാണ്. നമ്മൾ സ്വന്തമായി കരുതിയിരുന്നതും നമ്മൾ സ്വന്തമായി കരുതി ഒരിക്കലും ഉപേക്ഷിക്കരുതെന്ന് വിചാരിച്ചതും ഒരിക്കലും ഉപേക്ഷിക്കരുതെന്ന് വിചാരിച്ചു ഉറ്റ സുഹൃത്തുക്കളായി കരുതിയതും സുഹൃത്തുക്കളായി ബന്ധുക്കളായി കരുതിയതും ബന്ധുക്കളായി എല്ലാം ഈ ലോകത്തിൽ വെച്ച് നശിച്ചു പോകുന്നതാണല്ലോ എന്നുള്ള തിരിച്ചറിവുണ്ടാകുന്നു. ഇതെല്ലാം ഈ ലോകത്തിൽ വെച്ച് നശിച്ചു പോകുന്നതാണല്ലോ എന്ന തിരിച്ചറിവ് എപ്പോഴാണത് ഉണ്ടാകുന്നത്? ആത്മപ്രകാശം ആത്മാവിൽ കാണുമ്പോൾ മാത്രമാണ്. ആത്മപ്രകാശം ആത്മാവിൽ കാണുമ്പോൾ മാത്രമാണ്. അല്ലാതെ എന്തെല്ലാം പറഞ്ഞാലും ഈ അറിവിലോ ഈ കർമ്മത്തിലോ എത്തുകയില്ല. അല്ലാതെ എന്തെല്ലാം പറഞ്ഞാലും ഈ അറിവിലോ ഈ കർമ്മത്തിലോ എത്തുകയില്ല. പല ആളുകളോടും നമ്മൾ ഈ ആത്മീയം പറഞ്ഞ് അവരെ അങ്ങ് പ്രബലപ്പെടുത്തുവാൻ വേണ്ടി പരിശ്രമിക്കാറുണ്ട്. പല ആളുകളെയും നമ്മൾ ആത്മീയം പറഞ്ഞവരെ പ്രബലപ്പെടുത്തുവാൻ ശ്രമിക്കാം. പല ആളുകളും പരിശ്രമിക്കാറുണ്ട്. പല ആളുകളും പരിശ്രമിക്കാം. ഈ ആളുകളെ ഇരുത്തി 1 മണിക്കൂറും സംസാരിച്ച് ചിലവനെ അങ്ങ് നന്നാക്കി കളയാമെന്ന് തീരുമാനിച്ച് ചില ആളുകൾ പ്രവർത്തിക്കാറുണ്ട്. ഇയാളെ 1 മണിക്കൂർ സംസാരിച്ചാൽ ഇയാളെ നന്നാക്കി കളയാൻ വിചാരിച്ച് അനേകർ പ്രവർത്തിക്കുന്നുണ്ട്. ഒരു കുടം കമഴ്ത്തി വെച്ച് എങ്ങനെയാണോ നമ്മൾ വെള്ളം അതിന്റെ പുറത്തേക്ക് ഒഴിക്കുന്നത്, ഒരു കുടം കമഴ്ത്തി വെച്ച് എങ്ങനെയാണോ നമ്മൾ അതിന്റെ പുറത്തേക്ക് ഒഴിക്കുന്നത്, അതുപോലെ ആയിരിക്കും ആ കേൾക്കുന്ന ആളിന്റെ അവസ്ഥ. അതുപോലെ ആയിരിക്കും ആ കേൾക്കുന്ന ആളിന്റെ അവസ്ഥ. ഒരു തുള്ളി വെള്ളവും ആ കുടത്തിനകത്തേക്ക് പോവുകയില്ല. ഒരു തുള്ളി വെള്ളവും ആ കുടത്തിനകത്തേക്ക് പോവുകയില്ല. എങ്ങനെ പോകാനാ? ഇത് കമഴ്ത്തി വെച്ചിരിക്കുകയല്ലേ. കമഴ്ത്തി വെച്ചിരിക്കുകയല്ലേ. ഇതാണ് ഈ ജന്മാന്തര ഗുണമില്ലാത്തവരുടെ ഒരു പ്രത്യേകത. അതാണ് ജന്മാന്തര ഗുണമില്ലാത്തവരുടെ ഒരു പ്രത്യേകത. അപ്പൊ ഈ ജന്മാന്തര ഗുണം ഉണ്ടാകുവാനുള്ള ഒരു പരിശ്രമമാണ് ഈ ഉപദേശം തന്ന് നിങ്ങളെ കൊണ്ട് ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഈ ഉപദേശം കേൾക്കുമ്പോൾ തന്നെ ജന്മപാപം പാടെ മാറിപ്പോകും. ഇപ്പൊ ജന്മാന്തര ദോഷം ഒഴിയുകയാണ്. അത് ഒഴിഞ്ഞിട്ട് ഈ വ്യവസ്ഥകളെ പൂർണ്ണമായും ഗ്രഹിക്കണം. അതിനൊരു പരിശ്രമം നടത്തിയെങ്കിലേ സാധ്യമാവുകയുള്ളൂ. അതിനുവേണ്ടി ഒരുക്കി തന്നതാണ് ഈ 12 വെള്ളിയാഴ്ച വ്രതവും. ഒരുക്കിയിരിക്കുന്ന അനേകം നിയമങ്ങളിൽ പെട്ടതാണ് ഈ 12 വെള്ളിയാഴ്ച. ഈ ഒന്നുകൊണ്ട് മാത്രമല്ല, അനേകം നിയമങ്ങൾ ആത്മബോധോദയ സംഘത്തിലുണ്ട്. അതെല്ലാം കൃത്യവും സത്യവുമായി പരിപാലിക്കുമ്പോഴാണ് ആത്മപ്രകാശം, അതോ ജ്ഞാനപ്രകാശം, ആത്മാവിന്റെ ദോഷമെല്ലാം തീർക്കും പ്രകാശം.
ഭവിച്ചിടുമ്പോൾ ആത്മപ്രകാശമോ സംഭവിക്കുമ്പോൾ ദീർഘപ്രകാശം നിന്നിൽ ഉത്ഭവിക്കുന്നു. ആത്മപ്രകാശം നിന്നിൽ സംഭവിക്കുമ്പോൾ ദീർഘപ്രകാശം നിന്നിൽ ഉത്ഭവിക്കുന്നു. കാണപ്പെടാത്ത സർവലോക സൃഷ്ടിക്കും. കാണുന്നതായ സർവലോക സൃഷ്ടിക്കും. കാണപ്പെടാത്ത സർവലോക സൃഷ്ടിക്കും. കാരണം
അവതരിച്ചു. അവതാരത്തെ കണ്ടുകൊള്ളുക ആത്മരൂപമേ, അവതാരത്തെ കേട്ടുകൊള്ളുക ആത്മരൂപമേ. അവതാരത്തെ കണ്ടുകൊള്ളുക ആത്മരൂപമേ, അവതാരത്തെ കേട്ടുകൊള്ളുക ആത്മരൂപമേ. അവതാരത്തെ കണ്ടുകൊള്ളുക ആത്മരൂപമേ, അവതാരത്തെ കേട്ടുകൊള്ളുക ആത്മരൂപമേ. ആദിയന്തമില്ലാതുള്ള ആനന്ദത്തിൽ താൻ ചേർത്തെടുക്കും നിത്യമായി കാരുണ്യം കൊണ്ട്. ആദിയന്തമില്ലാതുള്ള ആനന്ദത്തിൽ താൻ ചേർത്തെടുക്കും നിത്യമായി കാരുണ്യം കൊണ്ട്. ആദിയന്തമില്ലാതുള്ള ആനന്ദത്തിൽ താൻ ചേർത്തെടുക്കും നിത്യമായി ആനന്ദം കൊണ്ട്. അവർണ്ണനീയമായ വ്യവസ്ഥകളാണിതൊക്കെ. അവർണ്ണനീയമായ വ്യവസ്ഥകളാണ് ഇതൊക്കെ. ലോകത്തിൽ നിന്ന് ലഭിക്കാവുന്നതും ഏറ്റവും ലളിതമായതുമായത് ഉപയോഗിച്ച് മാത്രമല്ലേ നിങ്ങളോട് പറയാൻ പറ്റൂ. ലോകത്തിൽ ലഭിക്കാവുന്നത് ഏറ്റവും ലളിതമായതൊക്കെ ഉപയോഗിച്ചല്ലേ നമ്മളോട് ഇത് അവതരിപ്പിക്കാൻ. അത് തന്നെ ഏറ്റവും വലിയ ശ്രമകരമായ ഒരു കർമ്മമാണ്. അതാണ് ഏറ്റവും വലിയ ശ്രമകരമായ ത്യാഗകർമ്മം. ഉന്നതമായ ഈ ജ്ഞാനങ്ങളെ ഉന്നതമായ ഈ ജ്ഞാനങ്ങളെ ആത്മാവ് കൊണ്ട് സ്വീകരിച്ച് ആത്മാവ് കൊണ്ട് സ്വീകരിച്ച് ആത്മപ്രകാശം ആത്മാവിൽ വരുത്തി വെച്ച് ദീർഘപ്രകാശമായി തീരുക. ആത്മപ്രകാശം ആത്മാവിൽ വരുത്തി വെച്ച് ദീർഘപ്രകാശമായി തീരുക. ആത്മരൂപം പരമാത്മ ദർശനത്തിന് വിളനിലമാക്കി ഒരുക്കിയെടുക്കുക. ആത്മരൂപം പരമാത്മ ദർശനത്തിന് വിളനിലമാക്കി ഒരുക്കിയെടുക്കുക. അതാണ് ആത്മരൂപം ഇത് കണ്ടുകൊള്ളുക. അതുകൊണ്ടാണ് ആത്മരൂപം ഇത് കേട്ടുകൊള്ളുക. ആത്മരൂപം ഇത് കേട്ടുകൊള്ളുക. അവിടെ മാത്രമേ പരമാത്മ ദർശനം ലഭിക്കുകയുള്ളൂ. അവിടെ മാത്രമേ പരമാത്മ ദർശനം ഇങ്ങനെ സർവാത്മാക്കളെയും സമ്പൂർണ്ണ രൂപമാക്കി മോക്ഷത്തിലേക്ക് എത്തിക്കുവാൻ, ഇങ്ങനെ സർവാത്മാക്കളെയും സമ്പൂർണ്ണ രൂപമാക്കി മോക്ഷത്തിലേക്ക് എത്തിക്കുവാൻ സമ്പൂർണ്ണാവതാരമായി വന്ന കലിയുഗ പുരുഷോത്തമന്റെ തിരുനിയമങ്ങളാണ് നിങ്ങൾ പാലിച്ചുകൊണ്ടിരിക്കുന്നതെല്ലാം. തിരുവതാരമായി വന്ന കലിയുഗ പുരുഷോത്തമന്റെ തിരുനിയമങ്ങളാണ് നമ്മൾ പാലിച്ചുകൊണ്ടിരിക്കുന്നത്. ആ നിയമങ്ങളിൽ നിന്ന് യാതൊരു അഴിവും വരുത്താതെ ആ തിരുനിയമങ്ങളിൽ നിന്ന് യാതൊരു അഴിവും വരുത്താതെ കൃത്യവും സത്യവുമായതെല്ലാം പാലിച്ച് കൃത്യവും സത്യവുമായതെല്ലാം പാലിച്ച് ഇവിടേക്ക് കടന്നു വരുമ്പോൾ ആ തിരുസന്നിധിയിലേക്ക് കടന്നു വരുമ്പോൾ നിങ്ങളെ ദർശിക്കുവാനും അനുഗ്രഹിക്കുവാനും നമ്മളെ ദർശിക്കുവാനും അനുഗ്രഹിക്കുവാനും ആനന്ദിപ്പിക്കുവാനും ആനന്ദിക്കുവാനും സർവ്വലോകത്തിന്റെയും അധിപതിയായ ദൈവം, സർവ്വലോകത്തിന്റെ അധിപതിയായ ദൈവം, സമ്പൂർണ്ണ മോക്ഷദാതാവാകുന്ന ശുഭാനന്ദ രൂപം സമ്പൂർണ്ണ മോക്ഷദാതാവാകുന്ന സത്യശുഭാനന്ദ രൂപം ഇവിടെ പ്രത്യക്ഷമായി വാഴുന്ന നിങ്ങൾക്ക് കാണുവാൻ കഴിയും, അറിയുവാൻ കഴിയും, അനുഭവിക്കുവാൻ കഴിയും. ഇവിടെ പ്രത്യക്ഷമായി വരുന്നത് നമുക്ക് കാണുവാൻ കഴിയും, വാഴുന്നത് നമുക്ക് കാണുവാൻ കഴിയും, അറിയുവാൻ കഴിയും, അനുഭവിക്കുവാൻ ഇത് നിങ്ങളുടെ അനുഭവമാകുമാറാകട്ടെ. സർവാത്മാക്കൾ ഇത് അനുഭവമാകുമാറാകട്ടെ. ഈ പ്രാവശ്യത്തെ തീർത്ഥാടനം ഏറ്റവും മനോഹരമായി ദൈവവും ദൂതന്മാരും എഴുന്നള്ളി നടത്തുമാറാകട്ടെ. ഇതാർക്കും അനുഭവമാകുമാറാകട്ടെ. അതിന് സർവപ്രകൃതികളും തുണയായി നിൽക്കട്ടെ. സർവദേവീദേവന്മാർ തുണയാകട്ടെ. സർവദൂത പരമ്പരകൾ തുണയാകട്ടെ. ആരെല്ലാം ഏതെല്ലാം രാജ്യങ്ങളിൽ നിന്ന് യാത്ര തിരിക്കുന്നുവോ അവരുടെ യാത്രാമധ്യേ അവർക്കും അവർ സഞ്ചരിക്കുന്ന വാഹനങ്ങൾക്കും വാഹനങ്ങൾ സഞ്ചരിക്കുന്ന വീഥികൾക്കും ഇവിടെ എത്തിച്ചേർന്ന് ഈ കർമ്മ പരിപാടികളൊക്കെ ബന്ധിച്ചു തിരിച്ച് ഭവനങ്ങളിൽ എത്തുന്നത് വരെയും മഹാശക്തിയും ദൂതന്മാരും കാവലാകുമാറാകട്ടെ. മഹാശക്തിയും ദൂതന്മാരും കാവലാകുമാറാകട്ടെ. സർവരെയും ഞാനിതാ ഇവിടേക്ക് ക്ഷണിക്കുകയാണ്. എല്ലാ ഹൃദയങ്ങളും എത്തിച്ചേരട്ടെ. ബൃഹദാകാരമായി ഈ മഹാസാഗരത്തിൽ സർവലോകനാഥന്റെ ഹൃദയത്തിൽ ചേർന്ന് ആനന്ദിക്കുവാൻ ഞാനിതാ സർവരെയും ക്ഷണിക്കുകയാണ്. സർവർക്കും എത്തിച്ചേരുവാനും ആനന്ദിക്കുവാനും ഇടയാകുമാറാകട്ടെ. ഉള്ളും പുറവുമായി എന്തെല്ലാം ഇനിയും ഒരുക്കപ്പെടാനുണ്ടോ ഏറ്റവും വേഗം അതെല്ലാം ഒരുക്കപ്പെടുവാനും സർവകർമ്മങ്ങളും
തീർത്ഥാടനം ഒരു മഹനീയാവസ്ഥയായി, ഒരു മഹനീയാവസ്ഥ, ഒരു സ്വർഗീയ